Dear students, welcome to my chemistry classes. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ചില ടൈപ്പ് ഓഫ് വൈവ ക്വസ്റ്റ്യൻസ് ഫോർ പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. വോളിയോമെട്രിക് അനാലിസിസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഇതൊക്കെയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വോളിയോമെട്രിക് അനാലിസിസിൽ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ കൃത്യമായി അറിയുന്ന സൊല്യൂഷൻ, ദാറ്റ് ഈസ് കാൾഡ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഓക്കെ, അതുപോലെ കൃത്യമായി ഗ്രാം പെർ ലിറ്റർ, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ അറിയുന്ന സൊല്യൂഷൻ, ദാറ്റ് ഈസ് കാൾഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. പിന്നെ വേറൊരു കാര്യം അസിഡിമെട്രി, ആൽക്കലിമെട്രി. അതൊരല്പം കൺഫ്യൂസീവ് ആണ്. അസിഡിമെട്രി എന്ന് പറഞ്ഞാൽ ആസിഡ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പൊ ഏതിനെ എസ്റ്റിമേറ്റ് ചെയ്യാം? ബേസിനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ അതിനെയാണ് നമ്മൾ ബേസ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ബേസിന്റെ ഫൈനൽ ആൻസർ നോർമാലിറ്റിയും ഗ്രാം പെർ ലിറ്ററും ആണ് ഫൈൻഡ് ചെയ്യുക. ഇനി ആൽക്കലിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലി ഉപയോഗിച്ചുകൊണ്ട് ആസിഡിനെ കണ്ടുപിടിക്കുന്നല്ലോ. അപ്പോ അവസാനം നമ്മൾ ആസിഡിന്റെ നോർമാലിറ്റിയും ഗ്രാം പെർ ലിറ്ററും ആണ് ഫൈൻഡ് ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യം കൺഫ്യൂസ് ചെയ്യാതെ മനസ്സിലാക്കുക. ഒന്നുകിൽ സിമ്പിൾ ആയിട്ട് ബേസ് എസ്റ്റിമേഷൻ, ബേസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആസിഡ് എസ്റ്റിമേഷൻ, ആസിഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ അസിഡിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ പിന്നെ ആൽക്കലിമെട്രി എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. ശരി, അപ്പോ അതാണ് ആ ഒരു കാര്യം. ഓക്കെ, പിന്നെ പി എച്ച് ഇൻഡിക്കേറ്ററിന്റെ പി എച്ച് വെച്ചിട്ടാണ് അതിന്റെ കളർ. ഇങ്ങനെയാണ് ഇൻഡിക്കേറ്ററിന്റെ കളർ വരുന്നത്, പി എച്ച് വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. നമ്മൾ നേരെ വൈവ ക്വസ്റ്റ്യൻസ് ഫോർ വോളിയോമെട്രിക് അനാലിസിസിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റ് വിത്ത് ഡൈല്യൂട്ട് HCl ആണ്, കാർബണേറ്റിന്റെ ടെസ്റ്റാണ്. അപ്പൊ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് കാർബണേറ്റ് ഇല്ല. അപ്പൊ കാർബണേറ്റിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വിത്ത് ബ്രിസ്ക് എഫർവസൻസ് വരുന്നത്. അത് ആ ഗ്യാസ് എന്താണെന്ന് ഒരു ചോദ്യം. അത് വേറൊന്നുമല്ല, ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. എങ്ങനെയാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്നത്? HCl can react with carbonate forming carbon dioxide. Okay, an equation ഉണ്ട്, HCl plus CO3 2 minus gives CO2 gas. Okay, അതാണ് ആ ഫസ്റ്റ് കാര്യം. ഓക്കെ, ഇനി കാർബണേറ്റിന്റെ തന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ് ആണ്. ബേരിയം ക്ലോറൈഡ് നമ്മൾ കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബേരിയം ക്ലോറൈഡ് BaCl2 plus CO3 2 minus, അതാണ് കാർബണേറ്റ്. ദാറ്റ് ഗീവ്സ് ബേരിയം കാർബണേറ്റ്. ബേരിയം കാർബണേറ്റിന് സോലുബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. പക്ഷെ HCl ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് പുറത്തു പോകും. ദെൻ അപ്പോ സോലുബിലിറ്റി കിട്ടും, അല്ലെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസപ്പിയർ. ഓക്കെ, അപ്പൊ അതാണ് ആ ടെസ്റ്റ്. പിന്നെ അതിന്റെ ഒപ്പമുള്ള വേറൊരു ടെസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ത്രൂ ദി ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കിനെസ് ഉണ്ടാവും. മിൽക്കിനെസ് ഉണ്ടാവാൻ കാരണം അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. കാർബണേറ്റ് എന്തായിട്ട് കൺവേർട്ട് ആവും? ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ. അതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും. അപ്പോ കാൽഷ്യം കാർബണേറ്റ് സോലുബിലിറ്റി ഇല്ല, അപ്പൊ അത് മിൽക്കിനെസ് ഉണ്ടാക്കും. അപ്പൊ ഇതാണ് രണ്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എന്താണ് കാർബണേറ്റ്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത കാർബണേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടെസ്റ്റ് വിത്ത് പിന്നെ കാർബണേറ്റിന് ശേഷം ടെസ്റ്റ് വിത്ത് ഡൈല്യൂട്ട് H2SO4 ആണ്. ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ടെസ്റ്റ് ട്യൂബിൽ അസറ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അസറ്റേറ്റ്. ഓക്കെ, അപ്പോ അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ CH3COO മൈനസ് ആണ്. അതിലേക്ക് ഡൈല്യൂട്ട് H2SO4 ആണ്. H2SO4 എന്തുണ്ടാവും? H+ ഉണ്ടാവും. H+ ഉണ്ടെങ്കിൽ അപ്പോ ഇത് നമ്മൾ കമ്പൈൻ ചെയ്യും, എന്നിട്ട് CH3COOH ഉണ്ടാവും. അപ്പൊ അസറ്റിക് ആസിഡ് ഉണ്ടാവും. അസറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് വിനെഗർ സ്മെൽ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് നോക്കാം. ടെസ്റ്റ് വിത്ത് പിന്നെ ഫെറിക് ക്ലോറൈഡ്.
ഓക്കെ, ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അതുണ്ടാവാം. സോ FeCl3 ആണ് കേട്ടോ. FeCl3 Fe3+ ഉണ്ട്, then പ്ലസ് പിന്നെ എന്തുണ്ടാവും CH3COO-. ഓക്കെ, അസറ്റേറ്റ് ഉണ്ടാവും ഒരു ടെസ്റ്റ് ട്യൂബിൽ. അപ്പൊ ഇതൊരു പിന്നെ 4 എണ്ണം ഉണ്ടാവും, 4 അല്ലെങ്കിൽ 5. ഓക്കെ, 4 or 5. അപ്പൊ നേരെ ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് then Fe, ഓക്കെ, CH3 and COO, okay, maybe 4 or here again 5, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ജനറേറ്റ് ചെയ്യും. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറാണ് ബ്ലഡ് റെഡ് കളറേഷൻ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കൺഫോർമേറ്ററി ടെസ്റ്റ്. അപ്പൊ നമ്മൾ അസറ്റേറ്റിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ വേറൊരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ആനയോൺ? നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് ആനയോൺ. എന്താണ് കാറ്റയോൺ? പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് കാറ്റയോൺ. ഓക്കെ, പൊതുവെ കൂടുതൽ ചോദിക്കാം നമുക്ക് കിട്ടിയ സാൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ആനയോണിന്റെ ടെസ്റ്റ് എന്താണ്, കാറ്റയോണിന്റെ ടെസ്റ്റ് എന്താണ്, അതിന്റെ കൺഫോർമേറ്ററി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ് എന്താണ്, എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഈ കാറ്റയോൺ ഉള്ളത്, അങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് അസറ്റേറ്റിന്റെ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ അസറ്റേറ്റിന്റെ വേറൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്, അത് ഫ്രൂട്ടി സ്മെൽ ഉണ്ടാവുന്ന ടെസ്റ്റാണ്. ഫ്രൂട്ടി സ്മെൽ ടെസ്റ്റ് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 ആൻഡ് എത്തനോൾ. അപ്പൊ ഫ്രൂട്ടി സ്മെൽ ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവുന്ന എസ്റ്റർ ആണ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ച റിയാക്ഷൻ ആണ് എസ്റ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത ടെസ്റ്റ് ക്ലോറൈഡിന്റെ ടെസ്റ്റ് ആണ് കേട്ടോ. ക്ലോറൈഡിന്റെ ടെസ്റ്റ് ആണ്. ക്ലോറൈഡിന്റെ ടെസ്റ്റിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് H2SO4, അത് വളരെ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കും. അങ്ങനെ ടെസ്റ്റ് വളരെ കൃത്യമായിട്ട് ചോദിക്കും, വളരെ കൃത്യമായിട്ടുള്ള ടെസ്റ്റാണ്. ടെസ്റ്റ് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 കേട്ടോ. അപ്പൊ അത് നമ്മൾ ഒന്ന് നോക്കാം, ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ടെസ്റ്റ് ട്യൂബില്, നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് ട്യൂബില് എന്തുണ്ടാവും? ക്ലോറൈഡ് ഉണ്ടാവും, Cl- ഉണ്ടാവും. ആദ്യം നമ്മൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? H2SO4 ആഡ് ചെയ്യും. H2SO4 ആഡ് ചെയ്യും. അപ്പൊ H2SO4-ഉം Cl- ചേർന്ന് HCl ഉണ്ടാവും. അപ്പൊ ഹീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ് HCl ഗ്യാസാണ്. അപ്പൊ HCl ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതാണ് പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ്. ഈ പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു ഗ്ലാസ് റോഡ് ഇവിടെ കാണിക്കും. ഓക്കെ, ഗ്ലാസ് റോഡ്. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് റോഡാണ് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ HCl ഗ്യാസ് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ് റോഡിന്റെ അകത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH കേട്ടോ. ഗ്ലാസ് റോഡിനകത്ത് NH4OH here again OH. അപ്പൊ NH4OH-ഉം HCl നമ്മൾ റിയാക്ട് ചെയ്യും. then it can react with HCl forming. ഇനി എന്താ ഉണ്ടാവുക? അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും, NH4Cl then പ്ലസ് പിന്നെ OH-ഉം H-ഉം H2 ഉണ്ടാവും. ഓക്കെ, H2. ഇതാണ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ആയിട്ട് വരുന്നത്. ഈ NH4Cl-ന്റെ ഫ്യൂംസ് ആണ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോ ആദ്യം പഞ്ചന്റ് സ്മെൽ ഗ്യാസ് HCl ഗ്യാസ്, പിന്നെ ഗ്ലാസ് റോഡിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസ് അമോണിയം ക്ലോറൈഡ് ഗ്യാസ് ആയിട്ടാണ് വരിക. ഓക്കെ, അതാണ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ടെസ്റ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ടെസ്റ്റ് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അതിന്റെ കാരണങ്ങൾ വെറുതെ നമ്മൾ സ്കീം ഇങ്ങനെ ചോദിക്കുകയല്ല ഉണ്ടാവുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുക. അപ്പൊ എന്താ വരുന്നത്? ഒരു ഗ്യാസ് വന്നു, എന്താ ആ ഗ്യാസ്? അപ്പൊ നമുക്കറിയില്ല. അപ്പൊ കുഴപ്പമായി, ആ ഗ്യാസ് ഒന്നുമില്ല, HCl ആണ്. പിന്നെ ഗ്ലാസ് റോഡിൽ തട്ടിയ ഗ്യാസ്. അപ്പോ അവിടുന്ന് അപ്പൊ വേറൊരു വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഉണ്ട്. എന്താ വൈറ്റ് ഡെൻസ് ഫ്യൂംസ്? ദിസ് നത്തിങ്, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോ ഇതാണ് ആ ടെസ്റ്റ്. ഇനി അതിന്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് നോക്കാം. കൺഫോർമേറ്ററി ടെസ്റ്റ് ഞാൻ ഇത് ഇറേസ് ചെയ്യാം കേട്ടോ. കൺഫോർമേറ്ററി ടെസ്റ്റില് നമ്മള് പറയാ, കൺഫോർമേറ്ററി ടെസ്റ്റിൽ നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് വിത്ത് സിൽവർ നൈട്രേറ്റ് ആണ് കേട്ടോ. അപ്പോ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ AgNO3 ആണ്. AgNO3 it can react with Cl-. Okay, Cl- എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലുള്ളതാണ് Cl-. So forming AgCl. Okay, AgCl. അപ്പൊ അതൊരു വൈറ്റ് കാർഡി പ്രസിപ്പിറ്റേറ്റ് ആണ്. AgCl സോലിബിലിറ്റി ഇല്ല, വൈറ്റ് കാർഡി പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമ്മൾ താഴെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാണ്, NH4OH. ഓക്കെ, NH4OH ആഡ് ചെയ്യുകയാണെങ്കിൽ അത് സോല്യൂബിൾ ആണ്. സോല്യൂബിൾ കാരണം എന്താ? സിൽവർ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ,
അപ്പൊ ഇവിടെ അമോണിയം ക്ലോറൈഡ്, ഓക്കെ, അമോണിയം ക്ലോറൈഡ്. അപ്പൊ അമോണിയം ക്ലോറൈഡ് സിൽവർ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. സിൽവർ ഹൈഡ്രോക്സൈഡ് സോലിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് സോലിബിൾ ആണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഡിസപ്പിയർ. അപ്പൊ ആ ടെസ്റ്റ് മനസ്സിലായല്ലോ. പിന്നെ അടുത്തൊരു കൺഫർമേറ്ററി ടെസ്റ്റ് മാംഗനീസ് ഡയോക്സൈഡ് പൗഡർ, ഓക്കെ, H2SO4 വെച്ചുള്ള ടെസ്റ്റ് ആണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസ് ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്, ക്ലോറിൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രീനിഷ് യെല്ലോ ആണ് ഗ്യാസ് ആയിട്ട് വരിക, ക്ലോറിൻ ഗ്യാസ് ആണ്. അപ്പൊ ഇതാണ് രണ്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ക്ലോറൈഡ്. ക്ലോറൈഡിന് ശേഷം നമ്മൾ നേരെ നൈട്രേറ്റിലേക്ക് പോവാം. നൈട്രേറ്റിലേക്ക് നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം പേപ്പർ ബോൾ ആഡ് ചെയ്യുന്നു. പേപ്പർ ബോൾ ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അത് ടെസ്റ്റ് അല്ല. ഓക്കെ, അത് സൾഫ്യൂരിക് ആസിഡ് പേപ്പറിന്റെ അകത്തു നിന്നുള്ള വാട്ടറിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ എന്ന് പറയുമ്പോൾ കാർബൺ ആയിട്ട് മാറുകയാണ്. പക്ഷെ അതിന്റെ ഒപ്പം ഒരു ബ്രൗൺ കളറും പിന്നെ റെഡിഷ് ബ്രൗൺ ഫ്യൂസും പുറത്തേക്ക് വരും. ആ റെഡിഷ് ബ്രൗൺ ഫ്യൂസ് പുറത്തേക്ക് വന്നാൽ അതൊരു കറക്റ്റ് ഗ്യാസ് ആണ്. ആ ഗ്യാസ് നൈട്രജൻ ഡയോക്സൈഡ് NO2 ഗ്യാസ് ആണ്. ആ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് എന്താ ഉള്ളത്, നൈട്രേറ്റ് ആണ്. ഓക്കെ, നൈട്രേറ്റിന്റെ അടുത്തൊരു ടെസ്റ്റ് ആണ്, നമ്മുടെ ടെസ്റ്റിന് പറയുന്ന പേരാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഓക്കെ, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പൊ ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റിന്റെ അകത്ത് എങ്ങനെ ബ്രൗൺ റിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിൽ കളർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത്, ഓക്കെ, ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, സാൾട്ട് സൊല്യൂഷൻ. അതിലേക്ക് ആദ്യം FeSO4 ആണ്, FeSO4 ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്, ഫസ്റ്റ് ഇത് ആദ്യം കേട്ടോ, രണ്ടാമത് ഇതിന്റെ സൈഡിൽ, ഓക്കെ, ഇതിന്റെ ഗ്ലാസ് ഇന്നർ സൈഡിൽ കൂടെ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിങ്ങനെ വന്ന് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ജംഗ്ഷന്റെ ചുറ്റും ഇവിടെ ഒരു ബ്രൗൺ കളർ ജനറേറ്റ് ചെയ്യും. ഇവിടെ ഒരു ബ്രൗൺ കളർ ഉണ്ടാവും. ഓക്കെ, ബ്രൗൺ കളർ. ഓക്കെ, ബ്രൗൺ കളറുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് കളറാണ് ബ്രൗൺ. ഒരു കൃത്യമായിട്ട് ഞാൻ ഓർക്കില്ല, എന്നാൽ കൂടി ഇതാണ് ആ കോർഡിനേഷൻ കോമ്പൗണ്ട് വരിക, Fe. ഓക്കെ, Fe and you can say NO. ഓക്കെ, നൈട്രജൻ. ഓക്കെ, FeNO. maybe it is a 6 times ആണ്. അത് ഞാൻ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. FeNO 6 times ആയിരിക്കും. അപ്പൊ ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, കോംപ്ലക്സ് ആണെന്ന് ഓർത്ത് വെക്കുക. അതിന്റെ കളർ ബ്രൗൺ ആണ്. ഓക്കെ, ഇതിന്റെ ഫോർമുല ഓർത്തില്ല. ക്ലിയർ? യെസ്. ഇനി അടുത്തത് അതിന്റെ വേറൊരു കൺഫർമേറ്ററി പിന്നെ നമ്മൾ പറയുന്നില്ല, സിങ്ക് ടെസ്റ്റ് വെച്ചൊരു കൺഫർമേറ്ററി ആണ്. അപ്പോ അത് നൈട്രേറ്റ് ആയി. ഓക്കെ, പിന്നെ അടുത്തത് നമ്മള് പിന്നെ സൾഫേറ്റിന്റെ ടെസ്റ്റാണ്. സൾഫേറ്റിന്റെ ടെസ്റ്റ് നമുക്കറിയാം. സൾഫേറ്റിന്റെ ടെസ്റ്റില് പിന്നെ ഒരു സൾഫേറ്റ് ടെസ്റ്റില് ആദ്യം ടെസ്റ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ് കേട്ടോ. സോറി, കറക്റ്റ്, ബേരിയം ക്ലോറൈഡ് ആണ്. അപ്പോ സൾഫേറ്റിനകത്ത് SO4 2- ഉണ്ട്, SO4 2-. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും, ബേരിയം ക്ലോറൈഡ് BaCl2 ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് അടുത്തത് ബേരിയം സൾഫേറ്റ് ഉണ്ടാവും, BaSO4. ബേരിയം സൾഫേറ്റ് വാട്ടറിൽ സോലുബിൾ അല്ല, അത് നമ്മൾ എന്താവും, ഡിപ്പോസിറ്റ് ആവും. അപ്പൊ ആ കോമ്പൗണ്ട് ഓർത്ത് വെക്കാം, ബേരിയം സൾഫേറ്റ് ആണ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ക്ലിയർ? ഓക്കെ, അപ്പോ അതിനുശേഷം ഇത് പിന്നെ ഇത് സോലുബിലിറ്റി ചെക്ക് ചെയ്യും, ഡൈലൂട്ട് HCl ആഡ് ചെയ്തിട്ട്. കാരണം കാർബണേറ്റ് ആണോ സൾഫേറ്റ്, അത് കൺഫ്യൂഷൻ ഉണ്ടാവും വൈറ്റ് പ്രസിപ്പിറ്റേറ്റില്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തേക്ക് പിന്നെ വേറെ റിയാക്ഷൻ ഇല്ല. അതുകൊണ്ട് അപ്പൊ ഇത് എന്ത് പറ്റി, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആവില്ല. ഓക്കെ, അതാണ് ടെസ്റ്റ്. പിന്നെ അടുത്തത് ലെഡ് അസറ്റേറ്റിന്റെ ടെസ്റ്റാണ്. ഓക്കെ, ലെഡ് അസറ്റേറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺഫർമേറ്ററി അതാണ് ലെഡ് അസറ്റേറ്റ് ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ PB, ഓക്കെ, PbCH3COO, ലെഡ് അസറ്റേറ്റ്. Then it can react with then sulfate SO4 2-. എന്നിട്ട് എന്താ ഉണ്ടാവുക, here again PB. ഓക്കെ, PB പിന്നെ അടുത്തത് SO4 ആണ്, PbSO4. then പ്ലസ് പിന്നെ ബാലൻസ് ഉള്ളത് അസറ്റേറ്റ് പുറത്തേക്ക്, CH3CO-. then CH3COO-. അപ്പൊ ഇതൊരു precipitate ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു കാര്യം. അപ്പൊ ഇത്രയാണ് പൊതുവെ ആനയോണിന്റെ ടെസ്റ്റുകൾ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ പറഞ്ഞത്. വലിയ ഡീറ്റെയിൽ അല്ല കൂടി ഒരു ചെറിയ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ
അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കാറ്റയോണിന്റെ ഗ്രൂപ്പിലേക്ക് പോകാം. കാറ്റയോണിന്റെ അകത്ത് പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ സീറോ ഗ്രൂപ്പാണ്. സീറോ ഗ്രൂപ്പിൽ എന്താ ഉള്ളത് നമുക്കറിയാം, അമോണിയം. ഞാൻ വിട്ടുപോയിട്ടോ. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഫോർമുല മനസ്സിലാക്കുക. കാർബണേറ്റിന്റെ ഫോർമുല CO3 2-. ആദ്യത്തത്. രണ്ടാമത്തത് പിന്നെ കാർബണേറ്റ് കഴിഞ്ഞ അസറ്റേറ്റ് CH3CO-. മൂന്നാമത്തത് അതിന്റെ ഫോർമുല പിന്നെ നമ്മൾ ക്ലോറൈഡ് ആണ്, പറയേണ്ട ആവശ്യമില്ല, Cl-. പിന്നെ അടുത്ത് നൈട്രേറ്റ് ആണ്, എപ്പോഴും തെറ്റിപ്പോവും, NO3-. ഒരു മൈനസേ ഉള്ളൂ, NO3-. പിന്നെ അടുത്തത് പിന്നെ അതിനുശേഷം സൾഫേറ്റ്, അതിന്റെ ഫോർമുല SO4 2-. 2 മൈനസ് ചാർജ്, അതുകൊണ്ട് ക്ലിയർ. ഇനി നമ്മൾ കാറ്റയോണിലേക്ക് പോവാം. കാറ്റയോണിൽ ഓരോന്നിനും നമ്മൾ ഗ്രൂപ്പ് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ ഗ്രൂപ്പ് സീറോ ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്തുള്ള കാറ്റയോൺ അമോണിയം. അതിന്റെ ഫോർമുല NH4+ ആണ് കേട്ടോ. ഒരു പ്ലസ് ചാർജ് ഉള്ളൂ, അമോണിയം NH4+ ആണ്. ഇനി രണ്ടാമത്തത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള പിന്നെ കാറ്റയോൺ Pb2+ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, Pb2+. അതിനുശേഷം സെക്കൻഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഉള്ളത് കോപ്പർ 2+ ആണ്, പക്ഷെ നമുക്ക് ടെസ്റ്റിന് വേണ്ടി അത് തരില്ല. സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് ലിറ്ററലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, നമുക്ക് തരില്ല. കാരണം സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതെല്ലാം കളേഡ് കോമ്പൗണ്ടാണ്, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി അനാലിസിസ് വേണ്ടി തരില്ല. അതിനുശേഷം തേർഡ് ഗ്രൂപ്പാണ്. തേർഡ് ഗ്രൂപ്പിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം 3+ ആണ്. അലൂമിനിയം 3+. ഓക്കെ, അതിനുശേഷം ഫോർത്ത് ഗ്രൂപ്പാണ്. ഫോർത്ത് ഗ്രൂപ്പിലുള്ളത് സിങ്ക് ആണ്, സിങ്ക്. ഓക്കെ, സിങ്ക്. അപ്പോ ഇനി ഫിഫ്ത്ത് ഗ്രൂപ്പാണ് പിന്നെ ഉള്ളത്. ഫിഫ്ത്ത് ഗ്രൂപ്പിൽ 2 ഉണ്ട്, ബേരിയം 2+ഉം കാൽസ്യം 2+. ലാസ്റ്റ് വൺ സിക്സ്ത് ഗ്രൂപ്പാണ്. സിക്സ്ത് ഗ്രൂപ്പിലുള്ളത് പിന്നെ മെഗ്നീഷ്യം 2+ ആണ്. പിന്നെ അത് നമ്മൾ ആദ്യം മുതൽ നമ്മൾ ഒന്ന് പോവാണ്. ആദ്യത്തില് NH4+ അമോണിയം സീറോ ഗ്രൂപ്പാണ് കേട്ടോ. ഞാൻ ഇറേസ് ചെയ്യട്ടെ. യെസ്, ഓക്കെ. ആദ്യത്തേത് NH4+ ആണ്. NH4 സീറോ ഗ്രൂപ്പ് ആട്ടോ. NH4+. ഓക്കെ, NH4+. ഇറ്റ് ഈസ് എ സീറോ ഗ്രൂപ്പ്. അപ്പൊ ഈ സീറോ ഗ്രൂപ്പില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റ് വിത്ത് സോഡിയം കാർബണേറ്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. തിരിച്ചു പറയരുത്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അതാണ് ആദ്യത്തെ സീറോ ഗ്രൂപ്പിന്റെ. ബാക്കി എല്ലാ ഗ്രൂപ്പും പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പൊ ഇതാണ് ഈ കാര്യം. അപ്പോ പിന്നെ ഇതിലേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോ പ്രസിപ്പിറ്റേറ്റ് ഇതിൻ്റെ അകത്ത് അമോണിയം കാർബണേറ്റ് ഫോം ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല. അതാണ് അതിന്റെ ബേസിക് കെമിസ്ട്രി. അതിനുശേഷം പിന്നെ അതിന്റെ ടെസ്റ്റ് നോക്കാം. ടെസ്റ്റില് ഒരു അമോണിയം അല്ലെ, അമോണിയം ക്യാൻ റിയാക്ട് വിത്ത് NaOH ആയിട്ട് റിയാക്ട് ചെയ്തു. ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു പഞ്ചൻ സ്മെൽ ഗ്യാസ് ഉണ്ടാവും, അല്ലെങ്കിൽ അമോണിയ സ്മെൽ എന്ന് പറയും. അമോണിയ സ്മെൽ ഉണ്ടാവണമെങ്കിൽ അമോണിയ നിശ്ചയമായിട്ട് ഉണ്ടാവണം. ഈ OH ഇവിടുന്ന് ഒരു H+. ഓക്കെ, H2O റിമൂവ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഉണ്ടാവുക അമോണിയ ഗ്യാസ്, NH3 ഗ്യാസ്. ഓക്കെ, യെസ്. അടുത്തത് ടെസ്റ്റാണ്, വളരെ ഇമ്പോർട്ടന്റ് ടെസ്റ്റാണ്, നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ്. നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ്, നെസ്ലേസ് റിയേജന്റിന്റെ ഫോർമുല നമുക്ക് പറയാം. ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ് ദ ഫോർമുല. പൊട്ടാസ്യം, സോഡിയം പൊട്ടാസ്യം, സോഡിയം പൊട്ടാസ്യം അല്ല, സോഡിയം മെർക്യൂറിക് ആണ് കേട്ടോ. അതിന്റെ ഫോർമുല നോക്കട്ടെ. ഫോർഗെറ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇതിൻ്റെ അകത്ത് വരിക പിന്നെ കാണുന്നില്ല അല്ലെ, നോക്കട്ടെ. നെസ്ലേസ് റിയേജന്റ്, പൊട്ടാസ്യം മെർക്യൂറിക് അയഡൈഡ് കേട്ടോ. സോ ഇറ്റ് ഈസ് കാൾഡ് നെസ്ലേസ് റിയേജന്റ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം മെർക്യൂറിക് അയഡൈഡ്. അപ്പൊ അതാണ് K2. ഓക്കെ, K2Hg. ഓക്കെ, then I4, K2HgI4. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നെസ്ലേസ് റിയേജന്റ് എന്ന് പറയുന്നത് കേട്ടോ. നെസ്ലേസ് റിയേജന്റ്. അപ്പൊ നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയം ആഡ് ചെയ്യും. അമോണിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് അമോണിയം NH4+. അമോണിയം റിയാക്ട് ചെയ്ത് Kക്ക് പകരം അമോണിയം വരും. ഓക്കെ,
അപ്പൊ ഇറ്റ് ഈസ് NH4 twice, okay, and then HgI4. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബ്രൗൺ, ഓക്കെ, precipitate. ബ്രൗൺ precipitate. Okay. ഇതാണ് ബേസിക്കലി നമ്മുടെ നെസ്ലേസ് റിയേജന്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഫോമുല, വാട്ട് ഈസ് നെസ്ലേസ് റിയേജന്റ് എന്നുള്ള ഫോമുല ഒന്ന് ഓർത്ത് വെക്കാം. പൊട്ടാസ്യം അമോണിയം മെർക്യൂറിക് അയഡൈഡ്, പൊട്ടാസ്യം മെർക്യൂറിക് അയഡൈഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം മെർക്യൂറിക് അയഡൈഡ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ബ്രൗൺ precipitate. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ലെഡാണ്. ലെഡ് എങ്ങനെയാണ് നമ്മൾ precipitate ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിലേക്ക് HCl ആഡ് ചെയ്യും. അതാണ് ടെസ്റ്റ് റിയാക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് റിയാക്ഷൻ. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതില് വൈറ്റ് precipitate ഫോം ചെയ്യും. വൈറ്റ് precipitate ഫോം ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ മീനിങ്, നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ Pb2+ ഉണ്ട്, Pb2+, അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും? HCl ആഡ് ചെയ്യും. HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ PbCl2 ഫോം ചെയ്യും. PbCl2 അതൊരു വൈറ്റ് precipitate ആണ്. ഇതൊരു വൈറ്റ് precipitate ഫോം ചെയ്യും. അതിനാണ് നമ്മൾ വൈറ്റ് precipitate ഫോം ചെയ്യുക. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ ഈ ടെസ്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ലെഡിന്റെ രണ്ട് കൺഫർമേറ്ററി ഉണ്ട്. ഒന്നാമത്തെ കൺഫർമേറ്ററി ടെസ്റ്റ് വിത്ത് പൊട്ടാസ്യം അയഡൈഡ് ആണ്. അത് വളരെ സിമ്പിൾ ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ Pb2+, ദെൻ പ്ലസ് അതിൽ പൊട്ടാസ്യം അയഡൈഡ് ഉണ്ട്, Ki ആണ് പൊട്ടാസ്യം അയഡൈഡ്. ദെൻ അവരെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 കൊടുത്തു. ആൻഡ് ദാറ്റ് ഗീവ്സ് എന്താണ്ടാവുക? ലെഡ് അയഡൈഡ് ഫോം ചെയ്യും. സോ ഇറ്റ് ഈസ് എ PbI2. ഓക്കെ, ഈ ലെഡ് അയഡൈഡ് ആണ് നമ്മൾ യെല്ലോ precipitate ആണ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്. വാട്ട് ഈസ് പൊട്ടാസ്യം ക്രോമേറ്റ്? K2, ഓക്കെ, CrO4 ആണ് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യും. രണ്ടാമത്തെ കൺഫർമേറ്ററി ആണ്. പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സെയിം തിങ് Pb2+ ആണ് കേട്ടോ. Pb2+ ഫോമിങ് പൊട്ടാസ്യത്തിന് പകരം Pb വരും. ഓക്കെ, അപ്പൊ Pb, ഓക്കെ, CrO4, ഓക്കെ, CrO4 ഇവിടെ ഉണ്ടാവും. അതിന്റെ കളർ യെല്ലോ precipitate വരും. ഇത്രയാണ് നമ്മൾ ആ ഒരു കാര്യം ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇത് യെല്ലോ precipitate ആൻഡ് ദിസ് ആൾസോ യെല്ലോ precipitate. ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ടെസ്റ്റ് ചെയ്യുന്ന ലെവലിൽ മനസ്സിലാക്കി പോയാൽ മതി. ഇതെല്ലാം മുഴുവൻ കാണപ്പെടാൻ പഠിക്കണ്ട, ടെസ്റ്റ് ചെയ്യുന്ന ലെവലിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് erase it. ഇനി അതിനുശേഷം നമ്മൾ തേർഡ് ഗ്രൂപ്പിലേക്ക് പോകും. തേർഡ് ഗ്രൂപ്പിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം, അലൂമിനിയം 3+ ആണ്. അലൂമിനിയം 3+ന്റെ ടെസ്റ്റ് ഇങ്ങനെയാണ്. അതിലേക്ക് അമോണിയം ക്ലോറൈഡ് പൗഡർ ആഡ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വൈറ്റ് ജെലാറ്റിനസ് precipitate ഫോം ചെയ്യും. എന്താണ് ഈ വൈറ്റ് ജെലാറ്റിൻ precipitate? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് OH- ഉണ്ടാവും. അപ്പൊ അലൂമിനിയം OH- അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അപ്പൊ ആ റിയാക്ഷൻ എങ്ങനെയാ വരിക? ഇസ് ഓൾസോ Al, okay, OH, sorry, Al3+, then in presence of OH minus, that give aluminium, okay, AlOH thrice ആണ്. ഇതാണ് നമ്മൾ വൈറ്റ് കെർഡി precipitate ഫോം ചെയ്യുന്നത്. ക്ലിയർ? ഇനി അതിന്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് നോക്കാം. കൺഫോർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് വിത്ത് NaOH ആണ്. അപ്പോ നോർമലി 1 or 2 drops NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. പിന്നെ എക്സസ് amount ഓഫ് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ precipitate അതിൽ ഡിസോൾവ് ആവും. ഓക്കെ, ഒരു ഡിസോൾവിങ്, അതെന്താ നമുക്ക് ഡിസ്കസ് ചെയ്യില്ല, ഡിസോൾവ് ആവുമെന്ന് വിചാരിക്കുക കേട്ടോ. അത് ഡിസോൾവ് ആവും. ഓക്കെ, അപ്പോഴും അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. പിന്നെയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട്, നമ്മൾ പിന്നെ അത് പറയുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ജനറേറ്റ് ചെയ്യും. കോർഡിനേഷൻ കോമ്പൗണ്ട് സോലിബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് കർഡി precipitate മാഞ്ഞു പോകുന്നത്. എക്സസ് NaOH ആഡ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്, ഇതിന്റെ ആഷ് ടെസ്റ്റ്. ആഷ് ടെസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഓക്കെ, ഞാൻ പിന്നെ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഒരു കളർ കിട്ടുക ടിൻഡേഡ് ബ്ലൂ കളറാണ്. ടിൻഡേഡ് ബ്ലൂ കളർ എല്ലാത്തിനും ആഷ് ടെസ്റ്റിന് ഉണ്ടാവുക എന്താ വെച്ച് കഴിഞ്ഞാൽ കൊബാൾട്ട് ഓക്സൈഡ്, ഈ കൊബാൾട്ട് നൈട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ HNO3 ആഡ് ചെയ്യും. പിന്നെ നമ്മൾ സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമ്മൾ ആദ്യം സാൾട്ട് എടുക്കുന്നു, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്യുന്നു, അതിലേക്ക് കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു, എന്നിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യും.
ഹീറ്റ് ചെയ്യുമ്പോൾ ഈ പേപ്പറിൻ്റെ അകത്ത് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ദെൻ അവിടെ എന്ത് വരും, ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ കൊബാൾട്ട് ഓക്സൈഡ് മാറും. അപ്പൊ എന്നിട്ട് സാൾട്ട് എന്താ ഉണ്ടാവുക, ഇപ്പോ അലുമിനിയം ആണെങ്കിൽ Al2O3, ഓക്കെ, Al2O3 ഡോട്ട് കൊബാൾട്ട് ഓക്സൈഡ്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കൊബാൾട്ട് ഒരു പ്രത്യേകത ഉണ്ട്, വേറെ ഏതെങ്കിലും മെറ്റൽ വന്നു കഴിഞ്ഞാൽ ആ മെറ്റലിന്റെ ഒരു പ്രത്യേക കളർ കാണിക്കും. അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആഷ്. ഈ ആഷിന്റെ കളർ ബ്ലൂ കളർ, ഇസ് കോൾഡ് ബ്ലൂ കളർ. ഓക്കെ, ഇനി ഇവിടെ സിങ്ക് വരികയാണെങ്കിൽ, സിങ്ക് ഓക്സൈഡ് then cobalt oxide വരികയാണെങ്കിൽ then അതിന്റെ കളർ ഈസ് എ ഗ്രീൻ കളർ. ഓക്കെ, ഇനി അതുപോലെ മെഗ്നീഷ്യം ഓക്സൈഡ് ഡോട്ട് then cobalt oxide, അത് കളർ ആണെങ്കിൽ പിങ്ക് കളർ. പിങ്കിനാരും മറന്നു വരുന്നത് പിങ്ക് കളർ. ഓക്കെ, പൊതുവെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വൈവ ചോദിക്കും. ഇപ്പൊ നമുക്ക് അലുമിനിയം കിട്ടിയെന്ന് പറഞ്ഞു, ആഷ് കിട്ടി, ബ്ലൂയിഷ് കളർ കിട്ടി. അപ്പൊ ഇനി ഗ്രീൻ കിട്ടിയാലോ നമ്മൾ പറയുന്നത് സിങ്ക് ആണ്, ഇനി പിങ്ക് കിട്ടിയാലോ നമ്മൾ പറയണം മെഗ്നീഷ്യം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണത് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ പോവാണ് അല്ലെ. അടുത്ത ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണ്? സിങ്കിന്റെ ഗ്രൂപ്പാണ്, ഫോർത്ത് ഗ്രൂപ്പാണ് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ഫോർത്ത്. ഓക്കെ, ഫോർത്ത് ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോ സെക്കൻഡ്. ഓക്കെ, ഫോർത്ത് ഗ്രൂപ്പ് അല്ലെ. ഫോർത്ത് ഗ്രൂപ്പിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ അതിന്റെ അതും ഇത് തന്നെ. ഫോർത്ത് ഗ്രൂപ്പിലുള്ളത് സിങ്ക് 2+ സിങ്ക് 2+. സിങ്ക് 2+ ആണ് നമ്മൾ അതിൻ്റെ അകത്ത് വരിക. അതൊരു കറക്റ്റ് ആണ്. അപ്പൊ സിങ്ക് 2+ ആണ് വരിക. അപ്പൊ സിങ്ക് 2+ലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, അതിനുശേഷം അടുത്ത് സോഡിയം സൾഫൈഡ് അല്ലെങ്കിൽ H2S ഗ്യാസ്. അപ്പൊ നമ്മൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു വൈറ്റ് ഡർട്ടി പ്രസിപ്പിറ്റേറ്റ് ആണ് ജനറലി വരിക. ഓക്കെ, വൈറ്റ് ഒരു ഡർട്ടി അല്ല, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുക. അത് ശരിക്കും പറഞ്ഞാൽ സിങ്ക് ഹൈഡ്രോക്സൈഡ് ഫോം ZnOH. ഓക്കെ, സിങ്ക് ഹൈഡ്രോക്സൈഡ് വന്നു കഴിഞ്ഞാൽ സോ ദാറ്റ്സ് തിങ്. ഓക്കെ, പിന്നെ സിങ്കിന്റെ കാര്യം നമുക്കറിയാം, റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു കൺഫർമേറ്ററി. അടുത്തത് റിയാക്ഷൻ വിത്ത് അല്ല, ആഷ് ടെസ്റ്റ്. ആഷ് ടെസ്റ്റ് വരുമ്പോൾ ഗ്രീൻ കളർ. അതിൻ്റെ അത് ഇനി അധികം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് നമുക്ക് വരുന്നത് പിന്നെ ഫിഫ്ത്ത് ഗ്രൂപ്പാണ്. ഫിഫ്ത്ത് ഗ്രൂപ്പില് നമുക്കറിയാം, ഫിഫ്ത്ത് ഗ്രൂപ്പിലെ ടെസ്റ്റ് റിയേജന്റ് നമുക്കറിയാം. എന്താ ടെസ്റ്റ് റിയേജന്റ്? പിന്നെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ്. ഓക്കെ, അമോണിയം കാർബണേറ്റ്, ഇത് മൂന്നുമാണ് ഇതിന്റെ ടെസ്റ്റ് റിയേജന്റ്. അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുക കാർബണേറ്റ് ആണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തത്. കാൽസ്യം ആണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്, അത്ര വൈറ്റ് ആവില്ല. ബേരിയം ആണെങ്കിൽ ബേരിയം കാർബണേറ്റ്. അപ്പൊ കാർബണേറ്റ് ആയിട്ടാണ് ആ ഗ്രൂപ്പിൽ നമ്മൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനെ കാണുന്നത്. ക്ലിയർ? അതിനുശേഷം പിന്നെ അതിന്റെ ടെസ്റ്റിന്റെ അകത്ത് ഒരു കാര്യമുണ്ട്. അപ്പോ ടെസ്റ്റിന്റെ അകത്ത് പിന്നെ നമ്മൾ ഇനി കാൽസ്യം ടെസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. കാൽസ്യം ടെസ്റ്റ് പിന്നെ കാൽസ്യം ടെസ്റ്റ് നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് ആണ് മെയിൻ കൺഫർമേറ്ററി ടെസ്റ്റ്. ഓക്കെ, ഫ്ലെയിം ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ഫ്ലെയിം ടെസ്റ്റിന് ശേഷം അടുത്ത കാൽസ്യത്തിന്റെ ടെസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. അമോണിയം, ഓക്കെ, അത് കറക്റ്റ്. ഓക്കെ, അതിന്റെ അടുത്ത ടെസ്റ്റ് പിന്നെ സൊല്യൂഷൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ഓക്സലേറ്റ്. ഓക്സലേറ്റ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ഓക്സലേറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, അതും ആ ടെസ്റ്റിനകത്തും കാൽഷ്യം ഓക്സലേറ്റ് ഉണ്ടാവും കേട്ടോ. കാൽഷ്യം ഓക്സലേറ്റ് നമ്മൾ നേരത്തെ വോളിയോമെട്രിക്കിൽ പഠിച്ച പൊട്ടാസ്യം ഓക്സലേറ്റ് പോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് ഉണ്ടാവും. പിന്നെ ഫ്ലെയിം ടെസ്റ്റിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഫ്ലെയിം ടെസ്റ്റിൽ നമ്മൾ സാധാരണഗതിയിൽ കാൽഷ്യം പിന്നെ കാൽഷ്യവും അതേപോലെ തന്നെ HCl നമ്മൾ റിയാക്ട് ചെയ്തു. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ എന്താ പറ്റുക, കാൽഷ്യം എക്സൈറ്റ് ആവും. എക്സൈറ്റ് ആയിട്ട് ഡീഎക്സൈറ്റ് ആവുമ്പോൾ, അതായത് കാൽസ്യത്തിലെ ഇലക്ട്രോൺ എക്സൈറ്റ് ആയ ശേഷം ഡീഎക്സൈറ്റ് ആവും. അപ്പോഴാണ് ഈ കളറ് നമുക്ക് കാണുക.
കാൽസ്യത്തിന്റെ കളർ ബ്രിക്ക് റെഡ് കളറേഷൻ ആണ്. അതിനുശേഷം നമ്മൾ നേരെ ബേരിയത്തിന് പോകാം. ബേരിയം ഫ്ലെയിം ടെസ്റ്റ് ആണ്. പക്ഷെ ബേരിയത്തിന്റെ ഫ്ലെയിം ടെസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ബേരിയത്തിന്റെ ഫ്ലെയിം ടെസ്റ്റ് പ്രത്യേകിച്ച് ബേരിയം ക്ലോറൈഡ് ആണെങ്കിൽ വളരെ സമയം എടുത്തിട്ടാണ് ഗ്രീൻ കളർ ഉണ്ടാവുള്ളൂ. ബേരിയം സൾഫേറ്റോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഈ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മാസ്കിങ് അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം. അപ്പൊ എന്തായാലും ശരി, ബേരിയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ആ ടിപ്പിൽ, ആ ഗ്ലാസ് ബോർഡിന്റെ ടിപ്പിൽ ബേരിയം വെച്ച ശേഷം നന്നായിട്ട് ആ ടിപ്പിൽ ഹീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, യെല്ലോ കളർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തും വരും. കാരണം യെല്ലോ കളർ ഗ്ലാസ് ഹീറ്റ് ആകുമ്പോൾ ഉണ്ടാവുന്ന കളറാണ് യെല്ലോ കളർ. ആ ടിപ്പിൽ നിന്ന് എന്ത് കളർ ഉണ്ടാവും നോക്കാം. ഒരു മിനിറ്റ്, 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ അവിടെ വരുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ അത് വിട്ടേക്കാം. ഓക്കെ, പിന്നെ അടുത്തത് പൊട്ടാസ്യം ക്രോമേറ്റും ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. പൊട്ടാസ്യം ക്രോമേറ്റിലെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ് അല്ലെ. പൊട്ടാസ്യം ക്രോമേറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പിന്നെ ബേരിയം ക്രോമേറ്റ് ആവും. ബേരിയം ക്രോമേറ്റ് യെല്ലോയിഷ് കളറാണ്. ഈ രണ്ട് കൺഫർമേറ്റ് ചെയ്യാനുള്ളത് ബേരിയത്തിന്. അതിനുശേഷം ബേരിയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6th ഗ്രൂപ്പ് മെഗ്നീഷ്യം ആണ്. പക്ഷെ പൊതുവെ നമ്മൾ അങ്ങനെ സാൾട്ട് പിന്നെ ഇടയ്ക്ക് വെക്കാറുള്ളൂ. ഓക്കെ, അപ്പോ മെഗ്നീഷ്യത്തിന്റെ റിയേജന്റ് നോക്കാം. റിയേജന്റ് ഇതാണ്. ഒന്ന് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഈ 3 കൂടെയാണ് എന്റെ ഗ്രൂപ്പ് റിയേജന്റ്. അപ്പൊ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ് ഉണ്ടാവുക അല്ലെ. ഞാൻ നോക്കട്ടെ, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡോ ഫോസ്ഫേറ്റ് ആണ് നോക്കാം. ഓക്കെ, ഫോർഗെറ്റ് ദിസ് തിങ്. മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് കേട്ടോ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോ അതാണ് അത് കിട്ടുന്നത്. ക്ലിയർ. ഇനി മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആണ് പ്രസിപ്പിറ്റേറ്റ് ആവും. ക്ലിയർ. പിന്നെ അതിന്റെ 2 ടെസ്റ്റ് നമുക്കറിയാം. ടെസ്റ്റ് ഒന്ന് ആഷ് ടെസ്റ്റ് ആണ്. ആഷ് ടെസ്റ്റ് പിങ്ക് കളറാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പിന്നെ അതിന്റെ മാഗ്നസോൺ റിയേജന്റ് ടെസ്റ്റ് ആണ്. മാഗ്നസോൺ റിയേജന്റ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ, എന്നിട്ട് ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മാഗ്നസോൺ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു തരം ബ്ലൂയിഷ് കളർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. അപ്പൊ ഇതാണ് മെഗ്നീഷ്യത്തിന്റെ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പിന്നെ പൊതുവെ നമുക്ക് ഇതില് നമുക്ക് ചോദിക്കാം, വൈവച്ച് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ വൈവച്ച് ചോദിക്കാം സാൾട്ട് അനാലിസിന്റെ ഭാഗത്താണ്. കാരണം അത് ചോദിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ ഒരു സാൾട്ട് ഞാനിപ്പോ അസറ്റേറ്റ് കിട്ടി, ലെഡ് കിട്ടി. അപ്പൊ എന്താ കിട്ടിയത്? അസറ്റേറ്റ്. എന്താ കിട്ടിയത്? അടുത്ത് കാറ്റുവെള്ളം കിട്ടിയത് ലെഡ്. അപ്പൊ അസറ്റേറ്റിന്റെ ടെസ്റ്റ് എന്താ ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് പറയണം. അതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ഉപചോദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ചോദിക്കാം. അപ്പൊ അടുത്തത് ലെഡ് എങ്ങനെയാ കിട്ടിയത്? ലെഡ് ഏത് ഗ്രൂപ്പാ? ലെഡ് 0 ഗ്രൂപ്പ്. പിന്നെ അപ്പൊ അതിന്റെ 0 ഗ്രൂപ്പിൽ എന്താ റിയേജന്റ്? HCl, ഡയലൂട്ട് HCl. അപ്പൊ അതിന്റെ കൺഫർമേറ്ററി എന്ന് പറയൂ. കൺഫർമേറ്ററി പറഞ്ഞു. അപ്പൊ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലേ? എന്താ ഈ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്? അപ്പൊ നമ്മൾ പറയും പൊട്ടാസ്യം റിയാക്ട് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ലെഡ് അയഡൈഡ് ആണ്. ആ ലെവലിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, then thank you for watching and do the examination fairly. Thank you.